ദിശ അക്കാഡമിയുടെ റെയിൽവേ എക്സാംസിന് വേണ്ട ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് 2-ാം തീയതി ഇന്നാണ് നമ്മൾ സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത്. ഇന്ന് രാവിലെ 11 മണി മുതലായിരുന്നു സ്കോളർഷിപ്പ് ടെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത്. ആക്റ്റീവായിട്ട് ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്റേഴ്സിൽ എല്ലാവരും വന്ന് നിങ്ങളെല്ലാവരും എക്സാം എഴുതി വളരെ സക്സസ്ഫുൾ ആക്കിയായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റിൻ്റെ ഫൈനൽ വിന്നേഴ്സ് അനൗൺസ്മെൻ്റ് ആണ് ഇനി വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും എക്സാം പേപ്പേഴ്സൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതിൻ്റെ ഫൈനൽ വിന്നേഴ്സ് ആരാണെന്നുള്ള ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സ്കോളർഷിപ്പിന് വേണ്ടിയാണ് റെയിൽവേ എക്സാംസ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വലിയ ഫീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ളവർക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനൊരു അവസരം എന്ന രീതിയിലാണ് നമ്മൾ ഈ സ്കോളർഷിപ്പ് ടെസ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ സ്കോളർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം ഞാനൊന്ന് പറയാം. അതിനുശേഷം ആരാണ് ഇതിൻ്റെ വിന്നേഴ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 100% സ്കോളർഷിപ്പോട് കൂടി, അതായത് ഒരു ഫീസും ചെലവില്ലാതെ ഫ്രീ ആയിട്ട് തന്നെ ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെന്ററിൽ പഠിക്കാൻ സ്റ്റുഡൻസിന് എലിജിബിൾ ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 50% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പറ്റും, 25% സ്കോളർഷിപ്പോട് പഠിക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല, എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ സ്പെഷ്യൽ ഫീസ് ഡിസ്കൗണ്ടും സ്കോളർഷിപ്പും നമ്മൾ എൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉറപ്പുവരുത്തുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ ആർക്കൊക്കെയാണ് ഇതിനുള്ള എലിജിബിലിറ്റി എന്നുള്ള കാര്യം ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ നമുക്ക് കടക്കാം. ആരൊക്കെയാണ് ഇതിൻ്റെ വിന്നേഴ്സ്? 100% സ്കോളർഷിപ്പ് കിട്ടാൻ പോകുന്ന ആർക്കൊക്കെയാണ് 50%, ആർക്കൊക്കെയാണ് 25% സ്കോളർഷിപ്പ്, മറ്റ് സ്കോളർഷിപ്പുകൾ ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ആണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ എക്സാമിന് ഇന്ന് കണ്ടക്ട് ചെയ്ത എക്സാമിന് എല്ലാ ബ്രാഞ്ചസിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച ടോപ്പ് റാങ്ക് ആയിട്ടുള്ള ഒരാൾക്കാണ് നമ്മൾ 100% സ്കോളർഷിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാരാണെന്ന് ആദ്യം നോക്കാം. അതിനുശേഷം എല്ലാ ബ്രാഞ്ചിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച 1-2 പൊസിഷൻ ഉള്ളവർക്കാണ് 50% സ്കോളർഷിപ്പും 25% സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കെല്ലാം ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 സ്കോളർഷിപ്പുകളുമാണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആരൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് ദിശ അക്കാഡമിയുടെ ഓൾ കേരള റെയിൽവേ എക്സാംസിന്റെ സ്കോളർഷിപ്പിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ പേരും ഫോട്ടോയും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത് അജോ ഹബേർട്ട് ആണ്. അജോ ഹബേർട്ട് ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ അജോ ഹബേർട്ടിനാണ് നമ്മൾ 100% സ്കോളർഷിപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഫീസും ചെലവില്ലാതെ അജോ ഹബേർട്ടിന് 100% സ്കോളർഷിപ്പോടുകൂടി ദിശ അക്കാഡമിയുടെ ബ്രാഞ്ചിൽ പഠിക്കാം. ഈ ബ്രാഞ്ചസിന്റെ ഡീറ്റെയിൽസ്, ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതെല്ലാം അവസാനം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ 100% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ള ആളാണ് അജോ ഹബേർട്ട്. ഇനി അടുത്ത നമുക്ക് ഓരോ ബ്രാഞ്ചിലും, ദിശ അക്കാഡമിയുടെ ഓരോ ബ്രാഞ്ചിലും, ട്രിവാൻഡ്രം ബ്രാഞ്ചിലും കാലിക്കറ്റ് ബ്രാഞ്ചിലും കൊട്ടാരക്കര ബ്രാഞ്ചിലും അതുപോലെ കൊല്ലം ബ്രാഞ്ചിലും, 4ാമത്തെ ബ്രാഞ്ചായിട്ടുള്ള കൊല്ലം ബ്രാഞ്ച് നെക്സ്റ്റ് ഈ മാസം തന്നെ നമ്മൾ 15-ാം തീയതിക്ക് ശേഷമാണ് ബാച്ച് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അവിടേക്കും എല്ലാ ബ്രാഞ്ചിൽ നിന്നും 2 പേരെ നമ്മൾ പ്രത്യേകിച്ചും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചിൽ നിന്നും 2 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവരിൽ ഒരാൾ 50% സ്കോളർഷിപ്പിനും ഒരാൾ 25% സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ് എല്ലാ ബ്രാഞ്ചിൽ നിന്നും. അങ്ങനെ 8 പേരുടെ ലിസ്റ്റ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ചിൽ നിന്നും ഇത് എലിജിബിൾ ആയിട്ടുള്ള ആരാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കാൻ പോകുന്നത് കൊട്ടാരക്കര ബ്രാഞ്ചാണ്. കൊട്ടാരക്കര ബ്രാഞ്ചിൽ നിന്നും 2 പേരാണ് ഈ ആദ്യത്തെ സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത്. അതായത് 50% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ള ആളും 25% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ള ആളും ഇതൊക്കെയാണ്. അതായത് മേഘ എസ് കുമാറാണ് 50% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ള ഒരാൾ. 25% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളത് BS ശ്രീശങ്കർ ആണ്. BS ശ്രീശങ്കർ ഇത് കൊട്ടാരക്കര ബ്രാഞ്ചിന്റെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച 2 ആൾക്കാരാണ്. മേഘ എസ് കുമാറും BS ശ്രീശങ്കർ, ഈ 2 ആൾക്കാരാണ്. ഇനി അടുത്തത് നമുക്ക് ട്രിവാൻഡ്രം ബ്രാഞ്ചിലെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ട്രിവാൻഡ്രം ബ്രാഞ്ചിലെ വിന്നേഴ്സ് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച പൊസിഷനിലുള്ളവർ സായി വിഘ്നേഷും നന്ദഗോപനുമാണ്. ഇവർ 2 പേരുമാണ് 50% സ്കോളർഷിപ്പിനും 25% സ്കോളർഷിപ്പിനും എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പം സായി വിഘ്നേഷിന് 50%, നന്ദഗോപന് 25% ഫീസ് ഡിസ്കൗണ്ടോടുകൂടി ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത നെക്സ്റ്റ് ബ്രാഞ്ച് നമ്മുടെ കാലിക്കറ്റ് ബ്രാഞ്ചിലേക്കാണ്. കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തത് അക്ഷയ് കെ ആണ്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് അമൃത രാജൻ. ഇവർക്ക് 2മാണ് ഈ 2 സ്കോളർഷിപ്പുകൾ എലിജിബിൾ ആയിട്ടുള്ളത്. 50% അക്ഷയ്, 25% സ്കോളർഷിപ്പ് അമൃത രാജനുമാണുള്ളത്. ഇനി ഫൈനലി നമ്മുടെ കൊല്ലം ബ്രാഞ്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. കൊല്ലം ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടില്ല. ഈ വരുന്ന 15-ാം തീയതിക്ക് ശേഷമാണ് കൊല്ലം ബ്രാഞ്ചിന്റെ ഓപ്പണിങ്. 18-ാം തീയതിയാണ് കൊല്ലം ബ്രാഞ്ചിൽ പുതിയ ഫസ്റ്റ് ബാച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്തില്ലെങ്കിലും കൊട്ടാരക്കര ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്തത്. പക്ഷേ കൊല്ലം ബ്രാഞ്ചിന് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന 2 പേരാണ്. അവിടെ ടോപ്പ് മാർക്ക്, കൊല്ലം ബ്രാഞ്ചിലേക്കുള്ള ടോപ്പ് മാർക്കുകൾ എടുത്തിരിക്കുന്ന ആൾക്കാർ BS അനന്തു ആണ് 50% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിരിക്കുന്നത്. BS അനന്തു. അതുപോലെ 25
25% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിരിക്കുന്നത് വിഘ്നേഷ് വി ആണ്. വിഘ്നേഷ് വി ഇവർ രണ്ടും കൊല്ലം ബ്രാഞ്ചിലേക്കുള്ള 50% അതുപോലെ 25% സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്രയും പേർക്കും എല്ലാവർക്കും ഈ എക്സാം എഴുതിയവർക്കെല്ലാം ഞാൻ പ്രത്യേക ഒരു നന്ദി പറയുന്നു, പ്രത്യേക ഒരു കൺഗ്രാറ്റുലേഷൻസ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ടൈം കണ്ടെത്തി പ്രത്യേകം സമയമെടുത്ത് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും കൺഗ്രാറ്റ്സ് പറയുന്നു. മാത്രമല്ല ഇത്രയും പേർക്ക് മാത്രമല്ല നമ്മൾ ഫീസ് ഡിസ്കൗണ്ടും സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നത്. ബാക്കി എക്സാംസ് എഴുതിയ നമ്മുടെ ദിശ അക്കാഡമിയുടെ സെൻറ്ററിൽ ഇന്ന് വന്ന് എക്സാംസ് എഴുതിയവർക്കെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഫീസ് ഡിസ്കൗണ്ട് 2000 റുപ്പീസ് ഫീസ് ഡിസ്കൗണ്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ, അതായത് മാർച്ച് 6 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വന്ന് അഡ്മിഷൻ എടുക്കാം. ഈ ദിവസങ്ങളിൽ എക്സാം എഴുതിയിരിക്കുന്ന ഇത്രയും പേർക്കും ഡിസ്കൗണ്ട്സ്, ഈ പറഞ്ഞ ഡിസ്കൗണ്ട്സ് എല്ലാം എനേബിൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും പേർക്ക് ഈ ഡിസ്കൗണ്ട്സ് അവൈൽ ചെയ്യാം. മാത്രമല്ല എന്നാണ് ബാച്ച് ഓപ്പണിംഗ് എന്നുള്ള കാര്യം പറയട്ടെ. ദിശ അക്കാഡമിയുടെ പുതിയ ബാച്ചുകൾ, ദിശ അക്കാഡമിയുടെ 4 സെൻറ്ററുകളിലെയും ബാച്ച് ഓപ്പണിംഗ് ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാണ്. കൊട്ടാരക്കര ബ്രാഞ്ചിൽ മാർച്ച് 4-നാണ് പുതിയ ബാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാരും എക്സാംസ് എഴുതിയ ആൾക്കാരും താല്പര്യമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് ഉറപ്പാക്കിക്കൊള്ളുക. അപ്പോൾ ബാച്ച് ക്ലോസ് ചെയ്താൽ നമ്മൾ ഈ ഒരു ഡിസ്കൗണ്ട്സ് എല്ലാം എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ടി വരും. സോ താല്പര്യമുള്ളവർ മാർച്ച് 6-ന് മുമ്പ് തന്നെ അഡ്മിഷൻസ് ഉറപ്പാക്കിക്കൊള്ളുക. കൊട്ടാരക്കര ബ്രാഞ്ചിൽ മാർച്ച് 4-നാണ് ബാച്ച് ഓപ്പണിംഗ്. ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ മാർച്ച് 6-ആണ്. കോഴിക്കോട്ട് ബ്രാഞ്ച് മാർച്ച് 6-ആണ്. അതുപോലെ കൊല്ലം ബ്രാഞ്ച് മാർച്ച് 18-ാം തീയതിയാണ് ബാച്ച് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിവരം കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വിസിറ്റ് ചെയ്യാനും നമ്മുടെ ഫാക്കൽറ്റീസിനെയും മെൻറ്റേഴ്സിനെയും ഒക്കെ പരിചയപ്പെടാൻ വേണ്ടി കുറേ പേര് പ്രത്യേകിച്ചും പലയിടത്തു നിന്നും വളരെ ദൂരം ട്രാവൽ ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത് വളരെ സക്സസ്ഫുൾ ആക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെ പാർട്ടിൽ നിന്നുള്ള ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായതുകൊണ്ടാണ് ഇത് വളരെ സക്സസ്ഫുൾ ആയത്. അപ്പോൾ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ സ്കോളർഷിപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.